ഹായ് ഗൈസ്, വെൽക്കം ടു ഷങ്സ് ഇൻഫോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റൊക്കെ എങ്ങനെ നമുക്ക് ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം. അത് നമ്മുടെ കേരള ഗവൺമെൻറ് പുതിയ കെ സ്മാർട്ട് സൈറ്റ് വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കാണാനില്ലെങ്കിൽ നമുക്ക് ആക്ച്വലി സെർച്ച് ചെയ്തെടുക്കണേക്കാളും എളുപ്പമായിരിക്കും നമുക്കിത് ഓൺലൈനിൽ പോയിട്ട് രണ്ട് മൂന്നോ ക്ലിക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്നേ ഉള്ളൂ. നമുക്കതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഒന്നില്ലെങ്കിൽ ഗൂഗിളിൽ പോവാം, നമ്മുടെ ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് ഗൂഗിളിൽ കേരള കെ സ്മാർട്ട് എന്ന് പറഞ്ഞ് അടിച്ചിട്ട് സെർച്ച് ചെയ്യാം. അപ്പം നമുക്ക് കെ സ്മാർട്ടിൻ്റെ സൈറ്റ് വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ബ്രൗസറിൽ ksmart.lsg.kerala.gov.in എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഹോം പേജ് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഹോം പേജ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് ഇത്തിരി താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുവാണെങ്കിൽ അപ്പോൾ നമ്മൾ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് ക്വിക്ക് സർവീസസ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. അതിനകത്ത് നമുക്ക് ഫൈൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സർട്ടിഫിക്കറ്റ് വരുന്നുണ്ട്. അതിനകത്ത് ലെഫ്റ്റ് സൈഡിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് അടിക്കുക. ബർത്ത് സർട്ടിഫിക്കറ്റ് അടിക്കുന്നതിന് ശേഷം ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ക്രീനാണ് വരുന്നത്. അതിനകത്ത് നോർമൽ സെർച്ചും ഉണ്ട്, സ്മാർട്ട് സെർച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻസും ഉണ്ട്. ഇതിനകത്ത് നിങ്ങളിപ്പോൾ സ്മാർട്ട് സെർച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുവാണെങ്കിൽ അതിനകത്ത് ഡിസ്ട്രിക്റ്റും ലോക്കൽ ബോഡി ടൈപ്പും ലോക്കൽ ബോഡിയും പിന്നെ സെർച്ച് ബൈ വേറൊരു ഓപ്ഷനും കൂടി ഉണ്ട്. അതിനകത്ത് ആപ്ലിക്കേഷൻ നമ്പറോ സർട്ടിഫിക്കറ്റ് നമ്പർ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതിൽ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന നോർമൽ സെർച്ച് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. അതിനകത്ത് നമുക്ക് ഡിസ്ട്രിക്റ്റ് കൊടുക്കുക, മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ കൊടുക്കുക, ലോക്കൽ ബോഡി കൊടുക്കുക, അതേപോലെ കുട്ടിയുടെ ജെൻഡർ കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ കൊടുക്കുക. ഓക്കെ, അത് നമുക്ക് കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് ഡേ മന്ത് ഇയർ ഫോമാറ്റിൽ തന്നെ കൊടുക്കുക. അത് കൊടുത്തതിന് ശേഷം ഒന്ന് കറക്റ്റായിട്ട് ഞാൻ കൊടുക്കട്ടെ. 1983 ഒക്ടോബർ 1983. ഇനി മദേഴ്സ് നെയിം കൊടുക്കുക. മദേഴ്സ് നെയിം അടിച്ചതിന് ശേഷം നമ്മൾ സെർച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് അവൈലബിൾ അല്ലെങ്കിൽ എറർ എന്ന് പറഞ്ഞു വരും. ഇതിപ്പോൾ അവൈലബിൾ ആണ്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ വരും, ബർത്ത് ഇൻഫർമേഷൻ ആപ്ലിക്കേഷൻ നമ്പർ. അത് വ്യൂ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സർട്ടിഫിക്കറ്റ് ഡിസ്പ്ലേഡ് ആവും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് വരുന്നത്, കംപ്ലീറ്റ് ബർത്ത് സർട്ടിഫിക്കറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഓൾറെഡി ആപ്ലിക്കേഷൻ കൊടുത്ത് സബ്മിറ്റ് ചെയ്യുന്ന ആയിട്ടുണ്ടെങ്കിലേ നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് വരുള്ളൂ. ഇതിനകത്ത് പല ഓപ്ഷൻസ് ഉണ്ട്. അതായത് നമുക്ക് ഷെയർ ചെയ്യാം, പ്രിൻ്റ് എടുക്കാം, ഡൗൺലോഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. നമുക്ക് കമ്പ്യൂട്ടറിലൊക്കെ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ ഇത്രയ്ക്ക് സിമ്പിളാണ് നമുക്ക് ഓൺലൈനായിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ കേരളയിൽ കെ സ്മാർട്ട് പുതിയ ആപ്ലിക്കേഷൻ പുതിയ സൈറ്റ് വഴി. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും ബർത്ത് സർട്ടിഫിക്കറ്റ് ആക്ച്വലി മിസ്സായി പോയി കാണാനില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇങ്ങനത്തെ ഒരു ഓപ്ഷനിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോന് ലൈക്ക് അടിക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.